ഹലോ എവ്രി വൺ, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ഗേറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെമി കണ്ടക്ടർ ഡിവൈസസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Question, consider an n-type silicon semiconductor and the electric field intensity applied to the material is increased from 2000 volt to 8000 volt per centimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. And the mobility of free electrons shall multiply by the factor. അതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ്, ആദ്യത്തെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? 2000 volt per centimeter and then it is increased to 8000 വോൾട്ട് പെർ സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള മൊബിലിറ്റിയെ ഞാൻ ഇവിടെ മ്യൂ എൻ ടു എന്ന് പറഞ്ഞു. മ്യൂ എൻ, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്, മ്യൂ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയതുകൊണ്ടാണ് മ്യൂ എൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ഈക്വൽ ടു ചോദിച്ചിരിക്കുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ്, ഇസ് ഈക്വൽ ടു കെ ടൈംസ് മ്യൂ എൻ 1. ഓക്കെ, ദാറ്റ് മീൻസ് ആ 2000 വോൾട്ട് പെർ സെന്റിമീറ്റർ ആകുമ്പോഴുള്ള മൊബിലിറ്റിയാണ് മ്യൂ എൻ 1, 8000 ആകുമ്പോഴുള്ള മൊബിലിറ്റിയാണ് മ്യൂ എൻ 2 എന്ന് പറയുന്നത്. ചോദിച്ചിരിക്കുന്ന ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി സെമി കണ്ടക്ടറിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഗ്രാഫ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഗ്രാഫ് റിലേറ്റിംഗ് മൊബിലിറ്റി ആൻഡ് electric field. Okay, and electric field is volt per centimeter and the shape of the graph എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. Okay, it means up to 10 to the power 3 mobility എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. and then mobility start കണ്ടോ ഡിക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഒരു പോർഷനെ ഈ ഒരു പോയിന്റിനെ നമ്മൾ ഈ ഒരു വാല്യൂ ഓഫ് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 to the power 4 ഇത് 10 to the power 7 ആണ്. ആൻഡ് റിമെമ്പർ, ഈ ഒരു റീജിയൻ വി കോൾ ഇറ്റ് ആസ് ലോ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ ആൻഡ് ദിസ് റീജിയൻ വി കോൾ ഇറ്റ് ആസ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് റീജിയൻ എന്ന് വിളിക്കും. ഓക്കെ, ഈ 10 to the power 3, 10 to the power 4, 10 to the power 7 വെച്ചിട്ടാണ്. ഈ ഒരു ഗ്രാഫിൽ തന്നെ തിയറിയിൽ നമ്മൾ പഠിക്കുമ്പോൾ there is a relation എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദിസ് 10 to the power 3 ആൻഡ് 10 to the power 4 എന്ന് പറഞ്ഞ ഈ രണ്ട് വാല്യൂവിന്റെ ഇടയിലാണ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ മൊബിലിറ്റിയും ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റൈസ് ടു -12 എന്ന് പറയും. ഓക്കെ, ഓർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു √e ഓർ മ്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് ഇ റൈസ് ടു മൈനസ് ഉണ്ട് -12. And in this region, okay, in this much region we can say, okay, ഈ റീജിയനിൽ മൊബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റൈസ് ടു -1 ആയിരിക്കും. ഓർ മൊബിലിറ്റി ഈക്വൽ ടു 1/e, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/e ആയിരിക്കും. Now using this relation we can calculate the ചോദിച്ചിരുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Okay, so in the first case, when the electric field is 2000 volt per centimeter, we can say the mobility be represented by mu n1. Okay, is equal to, and also അതിനു മുമ്പ് നമ്മൾ റിലേഷൻ അറിയണം. that is mobility എന്ന് പറയുന്നത് it's directly proportional to അത് ഈ റിലേഷൻ, സെയിം റിലേഷൻ, ഈ ഒരു റിലേഷൻ ആണ്. and one more thing, ഇവിടെ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ റേഞ്ച് എത്രയാണ്? 2000 volt per centimeter to 8000 വോൾട്ട് പെർ സെന്റിമീറ്റർ ആണ്. റിമെമ്പർ, ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയായിട്ട് വരും അല്ലെ? ബിറ്റ്വീൻ 10 to the power 3 ആൻഡ് 10 to the power 4 ഇടയ്ക്കാണ് വരുന്നത് അല്ലെ? 2000 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സംവെയർ ഓവർ ഹിയർ, കാരണം 10 to the power 3 എന്ന് പറയുമ്പോൾ 10,000 ആണ്. ഓക്കെ, ആൻഡ് 10 to the power 4 എന്ന് പറയുമ്പോൾ 10,000 ആണ്. അപ്പൊ ഈ 2000ഉം 8000 എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു റേഞ്ചിനിടയിലാണ് വരുന്നത്. സംവെയർ ഇവിടെയായിട്ട് വരും നമ്മുടെ E1 എന്ന് പറയുന്നത് 2000ഉം ഇവിടെയായിട്ട് വരും എന്ത് E2 എന്ന് പറയുന്നത് എന്താണ്? 8000. സോ ഈ ഒരു റീജിയനിൽ മൊബിലിറ്റിയും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇതാണ്. സോ നമുക്ക് ആ ഒരു റിലേഷൻ ആണ് വേണ്ടത്. മ്യൂ n1 എന്ന് പറയുന്നത് it is equal to directly proportional to electric field raised to -12 ആണ്. or we can write mu n1 is equal to, let it be a constant. Okay, constant, proportionality constant ആണ്, into first electric field എത്രയാണ്? E1 raised to -12. now
സെക്കൻഡ് ഇലക്ട്രിക് ഫീൽഡ് ദാറ്റ് മീൻസ് 8000 എത്തുമ്പോഴും ഇതേ റിലേഷൻ ആണ് അല്ലെ. സോ μn2 എന്ന് പറയുന്നത് എന്താണ്? അഗെയിൻ ദ സെയിം കോൺസ്റ്റന്റ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻറ്റു E2 raised to -12 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, നൗ ഈ രണ്ടെണ്ണത്തിന്റെ റേഷ്യോ ഒന്ന് എടുക്കുക നിങ്ങൾ. സോ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും വാട്ട് യു വിൽ ഗെറ്റ് μn1 by μn2. Okay, μn2 is equal to that constant രണ്ടും multiplied cut ചെയ്ത് പോവും. E1 raised to -12 divided by E2 raised to -12. Okay. അപ്പോൾ അതിനെ ഒന്ന് നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് μn1 by μn2 is equal to E1 raised to -12 by E2 raised to -12. Okay, that you will get it as root of E2 by E1 എന്ന് നമുക്ക് കിട്ടും. Okay, so μn1 by μn2 ന്റെ റിലേഷൻ ഇതാണ്. So from this we can write what is μn2. μn2 നെ നമുക്ക് എങ്ങനെ എഴുതാം? μn2 is equal to root of E1 by E2 into μn1 എന്ന് നമുക്ക് എഴുതാം. Okay, so that is equal to root of വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. E1 ന്റെ വാല്യൂ 2000 തന്നിട്ടുണ്ട്, E2 ന്റെ വാല്യൂ 8000 തന്നിട്ടുണ്ട്, ഇൻറ്റു μn1. ഓക്കെ, റൂട്ട് ഉണ്ട്. സോ ദിസ് ഈസ് വാട്ട്, ഇത് എത്രയാണ്? റൂട്ട് ഓഫ് 2/8 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 1/4 ഇൻറ്റു μn1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു μn1 എന്ന് കിട്ടും. സോ μn2 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ടൈംസ് ഫസ്റ്റ് കേസിലുള്ള മൊബിലിറ്റി ആണ്. ഓക്കെ, സോ ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എത്രയാണ്? 1/2 ആണ്. സോ ആൻസറിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് സി അല്ല, ബി ആണ് നമ്മുടെ ഓപ്ഷൻ 1/2. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 2000 ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഈ റേഞ്ചിലാണ് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ് us go to the second question. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനകത്ത് മോഡുലേറ്റിംഗ് സിഗ്നൽ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ തന്നിട്ടുണ്ട് മറ്റൊരു തന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ഗിവൺ ടു എ ഫേസ് മോഡുലേറ്റർ അല്ലെ. ഫേസ് മോഡുലേറ്ററിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓൾസോ അവിടുത്തെ ഒരു ഫേസ് കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. Carrier frequency is also given. Instantaneous frequency ചോദിച്ചിരിക്കുന്നത് we have to calculate the instantaneous frequency at t is equal to 0.5 millisecond. അന്നേരമുള്ള ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ Fi is equal to carrier frequency plus phase constant divided by 2 pi into d by dt of the message signal x of t. തന്നിരിക്കുന്ന x of t. ഓക്കെ, ഇത് ഫേസ് മോഡുലേഷൻ ആണ്. ഓക്കെ, ദിസ് ഈസ് ഫോർ ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. Fi എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി, ഇത് കാരിയർ ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക FC പ്ലസ്. ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റൻ ആയിരുന്നു ഗേറ്റിൽ. സോ ഓപ്ഷൻസ് ഇല്ല, യു ഹാവ് ടു ഫൈൻഡ് ദ ആൻസർ എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ FC പ്ലസ് വോട്ട് KP by 2 pi into ഡെറിവേറ്റീവ് d by dt of x of t എത്രയാണ് തന്നിട്ടുള്ളത്? 5 times sine of 4 pi into 10 to the power 3t minus ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിക്കണം, cos 2 pi 10 to the power 3t. ഓക്കെ, ഇതിന്റെ ഡെറിവേറ്റീവ് ഒന്ന് കണ്ടുപിടിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു FC പ്ലസ് 5 ബൈ കെപിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 2 പൈ ഇൻറ്റു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഈ 5 കോൺസ്റ്റന്റ് ആണ്, നമുക്ക് 5 ഒന്ന് പുറത്തേക്ക് എടുക്കാം. 5 ഇൻറ്റു ഓക്കെ ഡെറിവേറ്റീവ് എടുക്കുക. ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും വാട്ട് യു വിൽ ഗെറ്റ് 5 ഇൻറ്റു സൈൻ എന്ന് പറയുമ്പോൾ കോസ് ആവും. ദാറ്റ് ഈസ് കോസ് 4 പൈ ഇൻറ്റു 10 to the power 3t മൈനസ് ഓർ ഈ 5നെ നമുക്ക് ഇവിടെ എടുക്കണ്ട, അത് പിന്നെ കൺഫ്യൂഷൻ വരും. ഓക്കെ, 5 ഇൻറ്റു ഓക്കെ ഇങ്ങനെ ചെയ്താൽ 5 ഇൻറ്റു സൈൻ ഇൻറ്റത് കോസ് 4 പൈ ഇൻറ്റു 10 to the power 3t മൈനസ് ദിസ് വൺ 10 പൈ
ഇവിടെയും ബ്രാക്കറ്റ്, ബി കെയർഫുൾ, ഓക്കെ, ഇൻറ്റു കോസ് 2 pi 10 to the power 3t ഇൻറ്റു ടിയുടെ കോഎഫിഷ്യന്റ് എത്രയാണ് 4 pi ഇൻറ്റു 10 to the power 3 പ്ലസ്, ബിക്കോസ് ഇവിടെ നമ്മൾ ഈ ഉള്ളിലെ ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് വരും. ആ മൈനസും ഈ മൈനസും കൂടിയാണ് ഇവിടെ പ്ലസ് എഴുതിയിരിക്കുന്നത്. പ്ലസ് 10 pi ഇൻറ്റു കോസിന്റെ ഡെറിവേറ്റീവ് എന്താണ് സൈൻ 2 pi ഇൻറ്റു 10 to the power 3t ഇൻറ്റു ഈ ടിയുടെ ഫ്രണ്ടിലുള്ള കോഎഫിഷ്യന്റ് എത്രയാണ് 2 pi ഇൻറ്റു 10 to the power 3 എന്ന് എഴുതും. ഓക്കെ, ഓർ ദിസ് ക്യാൻ ബി, നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. റീറൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും fi is equal to fc plus 5 by 2 pi into 5 into 4 pi into 10 to the power 3 plus 20 pi squared into 10 to the power 3 into sin pi. ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തേ ഉള്ളൂ. 2 pi minus 10 pi cos pi. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ നോക്കിക്കേ, സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്താണ് 0 ആണ്, കോസ് പൈ എന്ന് പറഞ്ഞാൽ എന്താണ് -1 ആണ്. സോ ഈ ഒരു ടേം ഫുൾ 0 ആയി പോകും. ഈ -1 മൈനസ് 10 പൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, പ്ലസ് 10 പൈ കിട്ടും. ആ പ്ലസ് 10 പൈയും 2 പൈയും കൂടി കോസ് 12 2 പൈ ആവും. സോ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഈക്വൽ ടു കാരിയർ ഫ്രീക്വൻസി ഇൻറ്റു 5 by 2 pi ഇൻറ്റു ഈ 5 into 5 25 എന്ന് എഴുതാം. ഇൻറ്റു ബ്രാക്കറ്റിൽ എന്താണ് കിട്ടുന്നത് 4 pi ഇൻറ്റു 10 to the power 3 ഇൻറ്റു കോസ് 12 pi എന്ന് കിട്ടും. ഓക്കെ, now this will become 1 cos 12 pi, and so ആൻസർ എന്ന് പറയുന്നത് fc കാരിയർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 20 kilohertz. ഓക്കെ, പ്ലസ് ഇത് 2 pi, ഇത് പോകുമ്പോഴത്തേക്ക് എന്താ പറ്റുന്നു 2, 25 into 2 50 10 to the power 3 kilohertz എന്ന് എഴുതുന്നു. ഓക്കെ, സോ 20 plus 50 the answer will be 20 in the question. Yeah, answer will be 70 kilohertz. Okay, ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ആണ്, സോ ഓപ്ഷൻ ഇല്ല, വി ഹാവ് ടു ഫിൽ ഇൻ വിത്ത് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഓപാമ്പിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലൂ റേറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഓപാമ്പിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ തന്നിട്ടുണ്ട്. ദെൻ വാട്ട് ദേ സേ, ഒരു സൈനസോയിഡൽ സിഗ്നലിനെയാണ് ആംപ്ലിഫൈ ചെയ്യുന്നത്. ആക്ച്വലി ക്വസ്റ്റ്യൻ ചില ഒരു ആ ക്വസ്റ്റ്യനിൽ തന്നെ 0 എന്നും പറയാം, അല്ലെങ്കിൽ DC എന്നും പറയാം. ഓക്കെ, രണ്ടും സെയിം ആണ്. ആംപ്ലിഫൈ ചെയ്യുന്ന ഫ്രീക്വൻസി DC മുതൽ 20 kilohertz വരെ ആംപ്ലിഫൈ ചെയ്യുന്ന ഒരു ഓപ്പാമ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് ആ ഓപ്പാമ്പിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് സിഗ്നലിന്റെ ലെവലാണ്. ഓക്കെ, ഇൻ സച്ച് എ വേ ദാറ്റ് ഡിസ്റ്റോഷൻ ഉണ്ടാകാതെ കൊടുക്കാൻ പറ്റുന്ന ഇൻപുട്ടിന്റെ ലെവലാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഡിസ്റ്റോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ടു prevent the distortion, open loop gain, okay, multiplied by a level of the input signal into frequency divided by 10 to the power 6 എന്ന് പറയുന്നത് should be less than or equal to slew rate ആയിരിക്കണം. So from this we can say Vm should be less than or equal to slew rate into 10 to the power 6 divided by 2 pi into open loop gain into omega naught. 2 pi f naught എന്ന് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഒമേഗ നോട്ടിനെ 2 pi f naught എന്ന് എഴുതി. ഈ എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ആക്ച്വലി മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് ആണ്. ഓക്കെ, എഫ് നോട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ മാക്സിമം ഫ്രീക്വൻസി ഓഫ് ദ ഇൻപുട്ട് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 20 kilohertz ആയിട്ട് എടുക്കുക. സോ എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 20 kilohertz ആയിരിക്കും. ഇനി മറ്റൊരു കാര്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ACL. ഓക്കെ, ഓപ്പൺ ലൂപ്പ് ഗെയിൻ ACL ഈസ് ഗിവൺ ആസ് എത്രയാണ്? 40 dB ആണ്.
അപ്പൊ ഡി ബിയെ നമ്മൾ മാറ്റിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഡി ബി സ്കെയിലിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ ഇതാണ്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ ഇൻ ഡെസിബെൽസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 20 log to the base 10 ACL. ഓക്കെ, ഇതിന്റെ വാല്യൂ എത്ര ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? 40 dB is equal to 20 log to the base 10 ACL. Okay, 20 into 4 you will get it as 2. So open loop gain is equal to, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ to the base 10 അല്ലേ, 10 to the power 2 ചെയ്യുക. That is 100 ആയിരിക്കും ACL എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന സ്ലൂ റേറ്റ് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഓപ്പൺ ലൂപ്പ് ഗെയിൻ നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചത് ഇട്ട് കൊടുക്കണം, ഡി ബി സ്കെയിലിൽ ഇട്ട് കൊടുക്കരുത്. എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസിയും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 20 kHz. സോ ഇതെല്ലാം കൂടി നമ്മൾ ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബി എമ്മിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 79.5 millivolt എന്ന് കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് 79.5 millivolt ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ACL-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് 100. ഓക്കെ, ഫ്രീക്വൻസി എഫ് നോട്ടിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് 20 kHz. And slew rate question തന്നിട്ടുണ്ട് 1 volt per microsecond, and then when you substitute it കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. Now next question, ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് വെച്ചിട്ട് 0യും 1 ബിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വേവ്സ് വെച്ചിട്ട് 2 ഫ്രീക്വൻസി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം FSK ഉള്ളതാണ്. 0നെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടും 1നെ മറ്റൊരു ഫ്രീക്വൻസി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അവർ ചോദിച്ചിരിക്കുന്നത് ബിറ്റ് ഇന്റർവെൽ ആണ് ചോദിച്ചിരിക്കുന്നത്, ബിറ്റ് ഇന്റർവെൽ. അപ്പൊ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊഹിയറന്റോ നോൺ കൊഹിയറന്റ് മോഡുലേഷൻ ഒന്നും തന്നിട്ടില്ല എങ്കിൽ, ഓക്കെ, ക്വസ്റ്റ്യനിൽ ഇതിനെ പറ്റി തന്നിട്ടില്ല, കൊഹിയറന്റ് ആണോ നോൺ കൊഹിയറന്റ് ആണോ എന്നൊന്നും തന്നിട്ടില്ല. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ, ഇഫ് കൊഹിയറന്റ് ഓർ നോൺ കൊഹിയറന്റ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ, ദെൻ ടേക്ക് ദ കണ്ടീഷൻ. ഓർത്തോഗണാലിറ്റിക്കുള്ള കണ്ടീഷൻ എപ്പോഴും ഇങ്ങനെ എടുക്കണം, FH മൈനസ് FL ഇസ് ഈക്വൽ ടു N/TB എന്ന് എടുക്കണം. ഓക്കെ, ഈ ഒരു ഇതിൽ ഇവിടെ തന്നിട്ടില്ല, സോ ടേക്ക് ഇറ്റ് ആസ് ദിസ്. ഇനി അപ്പൊ ഇതിനകത്തുനിന്ന് എന്ത് കിട്ടും? TB ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്ന ബിറ്റ് ഇന്റർവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? N/FH മൈനസ് FL ആണ്. ദാറ്റ് ഈസ് N/FH മൈനസ് FL എത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 25 മൈനസ് 10, ദാറ്റ് ഈസ് N/15 kHz ആണ്. ഓക്കെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ ഓപ്ഷൻ എല്ലാം മൈക്രോ സെക്കൻഡ്സിലാണ്, കണ്ടോ? അപ്പം ഈ ഓപ്ഷനും നമ്മൾ മൈക്രോ സെക്കൻഡ്സിൽ എഴുതണം. അപ്പൊ ഇതിനെ മൈക്രോ സെക്കൻഡ്സിൽ എഴുതുമ്പം ഇറ്റ് ഈസ് സെയിം ആസ് എന്താണ്? N/15 into 1000 into 10 to the power minus 6. ശരിയല്ലേ? 15 kHz എന്ന് പറഞ്ഞാൽ 15 into 10 to the power 3 ആണ്. മൈക്രോ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ into 10 to the power minus 6 ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതാണ് ടൈം പീരീഡിന്റെ. പക്ഷെ ഇവിടെ എന്നിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് ശരിക്കും ഒരു ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ N=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ N=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഓപ്ഷനുള്ള ഒന്നും തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇവിടെ N=1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെ TB ഒന്നും കിട്ടും. ഇനി N=2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ, N=2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഓപ്ഷനുള്ള ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. N=3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയേ, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ TB എന്താ കിട്ടുന്നത്? 3/15 into 1000 into 10 to the power minus 6. ഇതിനെ സോൾവ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 200 മൈക്രോ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഈ 10 to the power minus 6 അങ്ങനെ തന്നെ വെച്ചേക്കണം, കാരണം നമുക്ക് മൈക്രോ സെക്കൻഡിലാണ് ആൻസർ വേണ്ടത്. അപ്പൊ ഇത് ട്രയൽ ആൻഡ് എറർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. N=3 വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.